ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. എപ്പം നോക്കിയാലും വഴക്ക്. അത് ശരിയല്ലല്ലോ. അച്ഛാ, ഞങ്ങളാരും അല്ലല്ലോ വഴക്കുണ്ടാക്കുന്നത്, അവളല്ലേ. ആരുണ്ടാക്കിയാലും സമാധാനം പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും അല്ലേ? അത് ശരിയാണോ? ഇത് വീടല്ലേ, മൈതാനമൊന്നും അല്ലല്ലോ. അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ പരമാവധി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവള് വാശിയില്ല. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ പല ദുരന്തങ്ങളും നടക്കും. അച്ഛനെന്താ ഉദ്ദേശിക്കുന്നത്? ഡിവോഴ്സ് ആണോ? വേണ്ടി വന്നാൽ അതിനെക്കുറിച്ചും ആലോചിക്കണം. പക്ഷേ അതിന് സമയമായെന്ന് തോന്നുന്നില്ല. മനസ്സുകൊണ്ട് അടുക്കാൻ പറ്റാത്തത്ര അകന്നു കഴിഞ്ഞു ഞങ്ങള്. ഡിവോഴ്സ് അല്ലാതെ വേറെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനവൾ സമ്മതിക്കുവോ? ഇല്ല. പിന്നെ എങ്ങനെ ഡിവോഴ്സ് കിട്ടും? ചേച്ചി, അതിനല്ലേ കോടതി. എന്നെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു ഭാര്യ എനിക്ക് വേണ്ട. എന്റെ ആവശ്യം ന്യായമല്ലേ? കോടതിക്ക് അത് മനസ്സിലാവും. കേസാണ്. എത്ര കാലം നീളുമെന്നൊന്നും പറയാൻ പറ്റില്ല. മറ്റൊരു മാർഗവും നടന്നില്ലെങ്കിൽ അവസാനം അത് തന്നെ വേണ്ടിവരും. അതുവരെ ക്ഷമിക്കണം. മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കണം. ഒരു വഴിയുണ്ട്. ഞാനും പ്രേമയും ഇവിടുന്ന് മാറി താമസിക്കാം. എന്തിന്? അതൊന്നും വേണ്ട. ഞങ്ങൾ മാറിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്നാ തോന്നുന്നത്. അത് വേണ്ട. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുന്നതാ നല്ലത്. എനിക്ക് നിങ്ങളെ എപ്പോഴും കാണണം. ഡിവോഴ്സ് അല്ലാതെ വേറെ ഒരു വഴിയില്ല ചാ. അതുടനെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ അതിലേ ഇത് അവസാനിക്കൂ. ചേരാത്ത രണ്ടുപേരാ ഞങ്ങള്. അത് പിരിഞ്ഞു തന്നെ ആവണം. എന്റെ ഭാര്യയായിട്ട് വരേണ്ടത് ദേവിക തന്നെയാ. അവളുടെ കൈപിടിച്ച് വരുന്ന ആ ഒരു ദിവസം, അതാണ് എന്റെ മനസ്സിലെ സ്വപ്നം. അത് നടക്കണമെങ്കിൽ ഇവിടെ പോണം. ഹലോ അച്ഛാ. സിദ്ധു ഫ്രീ ആണോ? അതെ. മോനെ ഒന്ന് കാണണമായിരുന്നു. ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ. ആ, വരാലോ. എപ്പോ വേണമെങ്കിലും വരാം. ഇപ്പൊ തന്നെ കാണാൻ പറ്റുമോ? ആ, സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം. ശരി. ആരായിരുന്നു ഫോണില്? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? അവളായിരിക്കും. അതാ പറയാൻ മടി. നിനക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം. എനിക്കൊരു പ്രശ്നമില്ല. ഞാനും കൂടി വരുന്നുണ്ട്. എങ്ങോട്ട്? നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട്. നീ എവിടെയെങ്കിലും പോകുമ്പോ ഞാൻ നിന്റെ പുറകെ വരാറില്ലല്ലോ. ഞാനേ നിങ്ങളെ പോലെ കള്ളത്തരം കാണിക്കാറില്ല. എനിക്ക് കാമുകനും ഇല്ല. പക്ഷേ എനിക്ക് കാമുകയുണ്ട്. അവളുടെ പേരാണ് ദേവിക. നീ എന്ന ശല്യം എപ്പോ എന്റെ തലേന്നൊഴിയുന്നോ അപ്പൊ ഞാൻ അവളെ കല്യാണം കഴിക്കും. ആ ആഗ്രഹവേ നിങ്ങളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. പെരുമഴ പെയ്ത് ഈ ഭൂമി മുഴുവൻ മുങ്ങി നശിച്ചാലും ഞാനതിന് സമ്മതിക്കില്ല. നിങ്ങളെ പിരിയാൻ. നിന്റെ സമ്മതമില്ലാതെ പിരിയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിയമത്തില് അതിനുണ്ട് വകുപ്പ്. അത് നീ മറക്കണ്ട. എന്നെ താങ്കൊണ്ട് കേസ് കൊടുക്കണം. എന്നെ വേണ്ടെന്ന് പറ. ബാക്കി ഞാൻ കോടതി പറഞ്ഞോളാം. തന്നെ കൊണ്ട് ഇക്ഷ വരപ്പിക്കും ഞാൻ കോടതി മുറിയില്. പിന്നെ കോടതി മുറി നിന്റെ തറവാട്ട സ്വത്താണല്ലോ. വ്യക്തമായ കാരണങ്ങൾ എനിക്കുണ്ട്. കല്യാണ ദിവസം മണ്ഡപത്തിൽ വെച്ച് നീ കാണിച്ചു കൂട്ടിയ അഭ്യാസങ്ങൾക്ക് ഒരുപാട് പേര് സാക്ഷികളാ. അവര് വന്ന് എനിക്ക് വേണ്ടി മൊഴി തരും. ആ മൊഴികള് എനിക്ക് അനുകൂലമാവുകയും ചെയ്യും. പിന്നെ നിന്റെ ഒളിച്ചോട്ടവും കള്ളക്കേസ് ഉണ്ടാക്കലും ഒറ്റ നോട്ടത്തിൽ തന്നെ ജഡ്ജിന് മനസ്സിലാവും നീ ഒരു ഫ്രോഡാണെന്ന്. നമുക്ക് കാണാം. ഞാനിപ്പോ കേസ് ഫയൽ ചെയ്യാത്തത് എന്റെ മാന്യതയായിട്ട് മാത്രം നീ കൂട്ടിയാ മതി. മിനിമം 6 മാസം കഴിഞ്ഞാലേ മ്യൂച്വൽ അല്ലാത്ത കേസുകൾക്കൊരു ബലം കിട്ടും.
അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുവാൻ ഞാൻ. 6 മാസം ഒന്ന് കഴിഞ്ഞോട്ടെ. നിന്നെ തെറിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം.